നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ സ്ത്രീ ശ്യാമയ്ക്ക് ഒരിക്കലും ഒരു സ്വസ്ഥതയും കൊടുക്കില്ല. കാശല്ല അവർക്ക് ആവശ്യം. വിസ്മയക്ക് വേണ്ടി ശ്യാമയെ കൊണ്ട് പാടിക്കണം. അതിനി എന്തായാലും പറ്റത്തില്ലല്ലോ. അവിടെ നിന്ന് ആ കാര്യം പറഞ്ഞ് പുറത്തു പോകാൻ പറ്റുമോ? ശ്യാമ പാട്ട് പാടില്ല, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. വിസ്മയക്ക് വേണ്ടി പാടിയത് ശ്യാമയായിരുന്നു എന്ന് അഖിലും വർമ്മ സാറും ഒക്കെ അറിഞ്ഞ നമ്മളെപ്പറ്റിയൊക്കെ അവരെന്ത് വിചാരിക്കും? ഇത്രയ്ക്ക് നാണംകെട്ട മനുഷ്യരുണ്ടോയെന്ന് അവർ ചിന്തിക്കത്തില്ലേ? ആലോചിക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖത്തേക്കാൾ വലിയൊരു ദുഃഖമില്ല. ഈ വീടും പറമ്പും വിറ്റിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരമായേനെ. വീടും പറമ്പും വിൽക്കാനൊട്ട് ശ്യാമ സമ്മതിക്കുന്നുമില്ല. സത്യത്തെ തീ തിന്ന ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നേ. എപ്പോഴാ സ്ത്രീ ചെന്ന് ശ്യാമയെ നാണം കെടുത്തുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇതെന്താ ദാരിദ്ര്യക്കൂട്ടത്തിന്റെ സംസ്ഥാന സമ്മേളനോ? അയ്യോ, ഇങ്ങനൊരു പഞ്ഞം പിടിച്ച ഭവനം. ഏത് നേരവും കരച്ചിലും പിഴിച്ചിലും, എല്ലാത്തിന്റെ മോന്ത ഏത് നേരവും നനഞ്ഞിരിക്കും. മതിയടി ആക്ഷേപിച്ചത്. നിന്റെ ഇണ്ടമ്പരത്തി തറവാട്ടിലേതുപോലെ തെണ്ടി നടക്കുന്ന ആനകളൊന്നും ഇവിടെ ഇല്ല. ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് ഏത് നേരവും വന്നിങ്ങനെ അപമാനിക്കരുത്. ഒരു പരിധി കഴിയുമ്പോ നിന്റെ തമാശ ഞാനങ്ങ് വിടും. നീ ഇണ്ടമ്പരത്തി വീട്ടിലേക്ക് ഞൊണ്ടി ഞൊണ്ടി പോവേണ്ടി വരും. പോകണോ വേണ്ടയോന്നേ ഞാൻ തീരുമാനിക്കും. ഞാനിപ്പോ ഇതെല്ലാം കേട്ടോണ്ട് വന്നതേ ഒരു പരിഹാരവും ആയിട്ടാ. ഈ ദാഹശമനി എന്നൊക്കെ പറയും പോലെ ഒരു ദാരിദ്ര്യ ശമനി. നിങ്ങളെല്ലാവരും വെറും മണ്ടന്മാരും ലോക കേരള വിഡ്ഢികളുമാണെന്നേ ഞാൻ പറയൂ. മോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ, നിങ്ങളുടെ ഈ കണ്ണീരും കയ്യും ഒക്കെ മാറാനുള്ള ഒരു പോംവഴിയാ. ഇങ്ങനെ നീട്ടിപ്പരത്തി കൊണ്ടുപോകാതെ നീ പോംവഴി പറ ജയന്തി. ഇവിടുത്തെ പെണ്ണിനെ കെട്ടിയിരിക്കുന്നത് ആയിരക്കണക്കിന് കോടികളുടെ ഉടമയായ ഒരാളുടെ മകനല്ലേ? അവരൊരു ദിവസം പിച്ച കൊടുക്കുന്ന കാശ ഈ 10 ലക്ഷം. ശ്യാമ അഖിലിനോട് ചോദിക്കട്ടെ, എനിക്കൊരു 10 ലക്ഷം രൂപയുടെ കടമുണ്ട്, അത് തരണം അഖിലേട്ടാന്ന് കേക്കേണ്ട താമസം. അവൻ അവന്റെ അച്ഛനോട് പറഞ്ഞ് 10 ലക്ഷത്തിന് പകരം ഒരു 10 കോടി നിങ്ങൾക്ക് പൊല്ല് പോലെ എറിഞ്ഞു തരും. അതിന്നൊരു 10 ലക്ഷം രൂപ കൊണ്ട് ചെന്ന് ആ അരുന്ധതിക്ക് കൊടുത്തിട്ടേ അവരുടെ ചെവിക്കുറ്റി നോക്കിട്ട് ഒരൊറ്റ ആടിയും കൊടുത്തിട്ട് ഇങ്ങ് പോര്. നമുക്കിവിടെ അവിടെ 2-3 കാറുകൾ മേടിച്ചിടാം. എന്തായാലും ഒരു കാർ എനിക്ക് മാത്രമായിട്ട്. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞങ്ങൾ അത്തരക്കാരൊന്നും അല്ല. മോളെ, ദാരിദ്ര്യം ബുദ്ധിമുട്ടും ഒക്കെ ഒരുപാടുണ്ട് മോളെ. എന്ന് വെച്ച് അഭിമാനം വിറ്റൊന്നും ജീവിച്ചിട്ടില്ല. ഈ ദുഃഖവും ദുരിതവും ഒക്കെ മാറുന്ന ഒരു ദിവസം വരും, വൈകാതെ തന്നെ. ഒരാവും പുലരാതിരുന്നിട്ടില്ല. അല്ല അരവിന്ദേട്ടാ, ഞാൻ ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞപ്പോ ആർക്കും എന്റെ ദേവിയേ, ഇതാ ഞാൻ ഒരു നല്ല കാര്യം പറയാത്ത. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കൃത്യസമയത്ത് തന്നെ അങ്ങനെ കയറി വന്നു. എന്താ ഐശ്വര്യ, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു, ആകെ ചുവന്നതുപോലെ. എന്തോ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. ദേഷ്യമില്ല എന്ന് പറയുന്നത് പോലും വളരെ ദേഷ്യത്തിലാണല്ലോ. ദേഷ്യം ഉണ്ടാവും, അതിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം. ശ്യാമയെ കൊടുക്കാനുള്ള എന്തോ ഒരു പ്ലാനുമായി നീ അവളുടെ റൂമിൽ കയറി. പ്ലാൻ വിജയിച്ചില്ല, അത് പൊളിഞ്ഞു. ആ ദേഷ്യമാണ് ഈ മുഖത്ത്. ഓ, അയാൾ ഉടനെ തന്നെ വന്ന് ഇല്ലാത്ത നുണയെല്ലാം പറഞ്ഞു പിടിപ്പിച്ചല്ലേ? എൻ്റെ ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയാനാണ് ഭാവമെങ്കിൽ അതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കേ. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഐശ്വര്യ, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ശ്യാമയുടെ റൂമിൽ കയറിയത്? അതെന്താ, ഈ വീട്ടിൽ ആർക്കും മറ്റുള്ളവരുടെ മുറിയിൽ കയറാൻ പാടില്ലേ? നീയും ശ്യാമയും തമ്മിൽ നല്ല ബന്ധത്തിലാണെങ്കിൽ മര്യാദകൾ പാലിച്ച് അവളുടെ റൂമിൽ കയറുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് നീ ആ കുട്ടിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാനല്ലേ നടക്കുന്നത്? അവളെ എനിക്കിഷ്ടമല്ല. അവളെ കല്യാണം കഴിച്ചിരിക്കുന്നതേ അഖിയ. അവൻ ഇഷ്ടപ്പെട്ടോളും. നീ അവളെ ഉപദ്രവിക്കാതിരുന്നാ മതി. എന്താ, ഈ വീട്ടില് എനിക്കൊരു സ്വാതന്ത്ര്യമില്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുകയും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം. ഇതൊരു കുടുംബമാണ്. ഇതൊരു സത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഐശ്വര്യ, നീ എന്തിനാണ് ശ്യാമയുടെ ഫോൺ എടുത്തത്? ഞാൻ ആ വഴി പോയപ്പോ അത് അവിടെ ഇരിക്കുന്ന കണ്ടു, എടുത്തൊന്ന് നോക്കി, അത്രേ ഉള്ളൂ. ഇങ്ങനെ മറ്റുള്ളവരുടെ മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിക്കുന്നത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ?
ഐശ്വര്യ, നീ ഈ വീട്ടിൽ നടന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ പൊട്ടനൊന്നുമല്ല. കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞാൻ മിണ്ടാതെ നടക്കുന്നതാ. പലപ്പോഴും വിഡ്ഢിവേഷം കിട്ടി നിന്നിട്ടുമുണ്ട്. പല ആവർത്തി നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുക. ശ്യാമയോടുള്ള പകയും പ്രതികാരവും നീ ഇവിടെ വച്ച് അവസാനിപ്പിച്ചോണം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിലും എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട്. നിന്റെ സ്വാതന്ത്ര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടെ ഇവിടെ ആരും നിഷേധിച്ചിട്ടില്ല. ഭാര്യമാരടക്കി ഭരിക്കുന്ന വീടുമല്ലേ ഇത്. നീ ചിലർക്ക് ഈ വീട്ടിൽ ചെയ്യുന്ന ഉപദ്രവങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ശ്യാമ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് ശ്യാമയെ ഇഷ്ടമില്ലാത്തതിന് ഒരു റീസൺ ഉണ്ട്. നീ ശ്യാമയെ വെറുക്കുന്നതിനുള്ള റീസൺ എന്താ? അത് പറയ്. എനിക്ക് ഇഷ്ടമല്ല ആ കൺട്രികളെ. ഐശ്വര്യ, നീ ഇപ്പൊ ഉപയോഗിച്ച ഈ ലാംഗ്വേജിൽ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്റെ കൾച്ചർ എന്നെ അനുവദിക്കുന്നില്ല. ഫേഷ്യൽ ചെയ്ത് മുഖം മിനുക്കിയിട്ട് ഒരു കാര്യമില്ല ഐശ്വര്യ. മനസ്സിനാണ് ഒരല്പം മിനുക്കവും തിളക്കവും ഒക്കെ വേണ്ടത്. നീ പറഞ്ഞല്ലോ ശ്യാമയും അവളുടെ ഫാമിലിയെയും കുറിച്ച്. അവരാരാണെന്ന് അറിയോ നിനക്ക്? സോപാനത്തിങ്കിൽ നിന്ന് കൊട്ടിപ്പാടി സേവ നടത്തി തേവരെ പള്ളി ഉണർത്തുന്ന ഒരു ഫാമിലി. ലോകത്ത് ഏറ്റവും വിശുദ്ധിയുള്ള ഇടം. ആ പരിസരത്ത് നിന്നാ ശ്യാമയെ കുടുംബത്തിലേക്ക് വന്നത്. ആ ശുദ്ധി അവൾക്കുണ്ട്. നിനക്കില്ലാതെ പോയതും അതാ. ദയവായി ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനെ സംസാരിച്ചാ ഞാൻ തന്നെ വല്ലാണ്ട് വിഷമിച്ചു പോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.